കരുതി വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് കേൾക്കൂ. അമിതവണ്ണം കണക്കാക്കുന്നതിന്റെ അളവുകോലുകൾ മാറി. അമിതവണ്ണമുണ്ടോ എന്നറിയാൻ ഇനി ബോഡി മാസ് ഇൻഡെക്സ് അഥവാ BMI മാത്രം നോക്കിയാൽ പോരെന്ന് സാരം. അതിനായി പുതിയ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരിക്കുകയാണ് ഗവേഷകർ. വ്യക്തികളുടെ ഭാരം, ദൈനംദിന ജോലികൾ നിർവഹിക്കാനുള്ള കഴിവ്, അവയവങ്ങളുടെ ആരോഗ്യം എന്നിവയിലൂടെ ആരോഗ്യകരമായ ശരീരഭാരമാണോ അല്ലയോ എന്ന് വിലയിരുത്തണമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഹൃദയത്തിന്റെ ആരോഗ്യം, ശ്വാസകോശത്തിന്റെ പ്രവർത്തനം, രോഗങ്ങൾ, മറ്റവയവങ്ങളുടെ പ്രവർത്തനം, അരക്കെട്ടിന്റെ ചുറ്റളവ് എന്നിവ പരിശോധിച്ച് എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് പൊണ്ണത്തടി ഉണ്ടോ എന്ന് കണക്കാക്കാനാകൂ. സ്ത്രീകളിൽ 80 സെന്റിമീറ്ററും പുരുഷന്മാരിൽ 90 സെന്റിമീറ്ററുമാണ് അരക്കെട്ടിന്റെ അനുയോജ്യമായ പരമാവധി ചുറ്റളവ്. അതായത് ഈ പരിധി കഴിഞ്ഞാൽ അമിതവണ്ണത്തിലേക്ക് കടക്കുന്നു എന്ന് അനുമാനിക്കാം. അരയുടെയും പൊക്കത്തിൻ്റെയും അനുപാതം 0.5-ലധികമാകാനും പാടില്ല. അതായത് BMI സാധാരണ നിലയിലാണെങ്കിലും അരവണ്ണം കൂടുതലാണെങ്കിൽ അമിതവണ്ണ വിഭാഗത്തിലാകും നിങ്ങൾ. BMI 22.9 വരെയെങ്കിൽ സാധാരണ, 23 മുതൽ 24.9 വരെയെങ്കിൽ അമിതഭാരം, BMI 25 മുതൽ 26.9 വരെയാണെങ്കിൽ അമിതവണ്ണം എന്നിങ്ങനെയായിരുന്നു നേരത്തെയുള്ള അളവുകോൽ. എന്നാൽ പുതിയ രീതി അനുസരിച്ച് BMI 23-ൽ കൂടുതലാണെങ്കിൽ അമിതവണ്ണം സ്റ്റേജ് 1-ലാണ് നിങ്ങൾ. അമിതഭാരം, വയറിനു ചുറ്റും കൊഴുപ്പടിയൽ, ഇടുപ്പിന്റെ ചുറ്റളവ് കൂടുതൽ, പ്രമേഹം ഉൾപ്പെടെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേജ് 2-ലാണെന്ന് മനസ്സിലാക്കാം. നാഷണൽ ഡയബറ്റിസ്, ഒബേസിറ്റി ആൻഡ് കൊളസ്ട്രോൾ ഫൗണ്ടേഷൻ, ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ഫോർട്ടിസ് CDOC ആശുപത്രി എന്നിവിടങ്ങളിലെ വിദഗ്ധർ ചേർന്നാണ് അമിതവണ്ണ നിർണയത്തിന് പുതിയ അളവുകോലുകൾ നിശ്ചയിച്ചത്. വയറിനു ചുറ്റും കൊഴുപ്പടിയുന്നത് ഇന്ത്യക്കാരിൽ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ഹൃദയധമനി രോഗങ്ങൾ, പ്രമേഹം, ഇൻസുലിൻ പ്രതിരോധം, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, മുട്ടുവേദന എന്നിവയ്ക്കൊക്കെ അമിതവണ്ണം കാരണമാകാറുണ്ട്. 15 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ അമിതവണ്ണത്തിന്റെ അളവുകോൽ മാറുന്നത്. ഈ മാറിയ അളവുകോലിലും നിങ്ങൾക്ക് അമിതവണ്ണമുണ്ടെന്ന് കണ്ടെത്തിയാൽ വേണ്ട ആരോഗ്യ സംരക്ഷണമോ ചികിത്സയോ തേടാൻ വൈകരുത്.